അത് തന്നെ ചോദിക്കാനാ ഞാനും വന്നേ. ഇവൾക്കെന്റെ പകുതി സ്വത്തുക്കൾ ദാനമായിട്ട് കൊടുത്തത് ഞാനാ. അങ്ങനെയുള്ളപ്പോ എന്റെ അനിയൻ എനിക്ക് കൂടി അവകാശപ്പെട്ട ഫിനാൻസിയേഴ്സിലേക്കും കൺസ്ട്രക്ഷൻ കമ്പനിയിലും കയറരുതെന്ന് പറയാൻ ഇവൾക്ക് എന്ത് അധികാരമുള്ളത്? എന്നെപ്പോലെ തന്നെ നിയമം പഠിച്ചവനാണ് നീയും. ഒരു കമ്പനി 2 പേരുടെ പേരിലാണെങ്കിൽ ആ കമ്പനിയിലെ നിയമനങ്ങൾ 2 ആളും അറിഞ്ഞുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. 2-ൽ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നിയമനം തടയും. അതുകൊണ്ടാ മഹിയുടെ അനുവാദമില്ലാതെ ഇവനെ കമ്പനിയിലോ ഫൈനാൻസേഴ്സിലോ കയറ്റിയ നിയമപരമായിട്ട് തന്നെ നീങ്ങുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നമ്മൾ 2 ആളും ഒരുപോലെ നിയമം പഠിച്ചതാണെന്ന്. അങ്ങനെ നിയമപരമായിട്ട് നീ നേരിടുവാണെങ്കിൽ കോടതിയിൽ അതിനെ പ്രതിരോധിക്കാൻ എനിക്കറിയാം. എന്നാ പിന്നെ നമ്മുടെ തർക്കവും വഴക്കൊക്കെ കോടതിയിൽ മതി. അല്ലാണ്ട് എന്റെ വീട്ടുമുറ്റത്ത് വേണ്ട. നന്ദിയില്ലടാ. വന്ന വഴി മറക്കുന്ന ഒരുത്തിയായിപ്പോയി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാ എനിക്ക് ഇത്രയ്ക്ക് പരാജയം ഉണ്ടായത്. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ താലി അഴിച്ച് മാറ്റിക്കൂടെ? എന്നിട്ട് അത് ഇട്ട ആൾക്ക് തിരികെ കൊടുത്തൂടെ? എന്നെ വേണ്ടാന്ന് പറയുന്നത് നിന്റെ ഏട്ടനാ. എനിക്കിപ്പോഴും കണ്ണേട്ടനോട് സ്നേഹമാ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാള് എന്റെ കഴുത്തിലിട്ട താലി ഞാനായിട്ട് അഴിച്ചു മാറ്റില്ല. നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ നിങ്ങളുടെ കഴുത്തിൽ ഇനിയൊരു താലി കെട്ടേണ്ടത്? അയാള് കെട്ടിക്കൊടുത്ത താലി തന്നെയാടാ എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്നേ. എന്താ നിങ്ങളൊന്നും പറയാത്തത്? അതിനുള്ള മറുപടി മഹി പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഏട്ടൻ ഈ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ. ഞാൻ ഫിനാൻസിയേഴ്സിലേക്ക് വരുമായിരുന്നടാ. ആ സമയത്ത് പലതും ഓർത്തപ്പോ എന്റെ രക്തം തിളച്ചുപോയി. പിന്നെ ഞാൻ സുമേഷ് ഏട്ടനോട് പറയായിരുന്നു ഇങ്ങോട്ട് വണ്ടി വിടാൻ. ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ കണ്ണേട്ടന്റെ അധ്വാനത്തിന്റെ പങ്ക് പറ്റാതെ അനധികൃതമായി നേടിയതൊക്കെ നിങ്ങൾ തിരിച്ചെഴുതി കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സില്ല. എനിക്ക് കിട്ടിയതൊന്നും ഞാൻ ഇനി ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. എടാ, കിട്ടേണ്ടതെല്ലാം കിട്ടിയടാ. ഇനി അത് പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർത്തോ, നിങ്ങൾ ഇനി എവിടെ പോയാലും ശരി ഇവനെ ഞാൻ സംരക്ഷിക്കും. അതിനുള്ള ആസ്തിയൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. ആയിക്കോട്ടെ, പക്ഷെ മഹിക്കും കൂടി അവകാശപ്പെട്ട കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇവനെ കയറ്റിയ അധിക നാള് ഇവനവിടെ ഇരിക്കില്ല. അത് എന്റെ മാത്രമല്ല, ഞങ്ങളുടെ വാശിയാ. എന്നാ കാണാവടാ ആരുടെ വാശിയാ ജയിക്കുന്നതെന്ന്. ആ, കാണാം. വാടാ. കാറുമായിട്ട് ഡ്രൈവർ പോയല്ലോ കേട്ടോ. ആ, സുമേഷ് ഏട്ടൻ ആ ജംഗ്ഷൻ വരെ പോയതാ. ഇപ്പൊ വരും. ഒരു കാര്യം ചെയ്യും, ഞാൻ ഫിനാൻസിയേഴ്സിലേക്ക് തന്നെയാണ്. നമുക്കൊന്നിച്ചു പോവാം. ഡ്രൈവറോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ആ, കുറച്ചു സമയം മഹിയോട് വർത്തമാനം പറഞ്ഞിരിക്കാനാ വന്നത്.
അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് കരുതിയില്ല.